നമസ്കാരം. നരേന്ദ്രമോദി മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി അധികാരത്തിലേറിയിട്ട് ഒരു വർഷം പൂർത്തിയാകുന്നു. അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ മുതൽ അന്താരാഷ്ട്ര തലത്തിലെ ഇടപെടൽ വരെ നിർണായക നേട്ടമാണ് ഒരു വർഷം കൊണ്ട് കരസ്ഥമാക്കിയിരിക്കുന്നത്. ഈ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് ബി.ജെ.പിയും കേന്ദ്ര സർക്കാരും മൂന്നാം മോദി സർക്കാരിന്റെ ഒന്നാം വാർഷികം ആഘോഷിക്കുന്നത്. രാജ്യത്തിനകത്തും പുറത്തും പാർട്ടിയുടെയും സർക്കാരിന്റെയും പ്രതിച്ഛായ വർദ്ധിപ്പിച്ചു. ഒരു വർഷം കൊണ്ട് വിവിധ വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനായതും മൂന്നാം മോദി സർക്കാരിന്റെ വിജയത്തിന് തിളക്കം പകരുന്ന ഘടകമാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർത്ത നടപടി തന്നെയാണ് മൂന്നാം മോദി സർക്കാരിന്റെ ഗ്രാഫ് കുത്തനെ ഉയർത്തിയത്. ഇതിനു പിന്നാലെ വിവിധ രാജ്യങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ നിയോഗിച്ച പ്രതിനിധി സംഘത്തിൽ പ്രതിപക്ഷ നേതാക്കളെയും ഉൾപ്പെടുത്താൻ കഴിഞ്ഞതും സർക്കാരിന്റെ നേട്ടമായാണ് വിലയിരുത്തപ്പെടുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ട ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഭരണം പിടിച്ചെടുക്കാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞു. കാൽ നൂറ്റാണ്ടിനു ശേഷം ഡൽഹിയിലും ബി.ജെ.പി വിജയക്കൊടി നാട്ടി. കഴിഞ്ഞ 11 വർഷത്തിനിടെ രാജ്യത്തെ യുവത്വം, സ്റ്റാർട്ടപ്പുകൾ, ശാസ്ത്രം, കായികം, സാമൂഹ്യ സേവനങ്ങൾ, സാംസ്കാരികം തുടങ്ങിയ നിരവധി മേഖലകളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ കൊയ്തെടുത്തു. യുവാക്കളെ ശാക്തീകരിക്കുന്നതിൽ കഴിഞ്ഞ 11 വർഷത്തിനിടെ നിർണായകമായ പല നയം മാറ്റങ്ങളും പദ്ധതികളും കൊണ്ടുവന്നു. സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്കിൽ ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ, ദേശീയ വിദ്യാഭ്യാസ നയം 2020 തുടങ്ങിയ സർക്കാർ പദ്ധതികൾ യുവാക്കളെ ശാക്തീകരിക്കാൻ ലക്ഷ്യമിട്ട് നടപ്പാക്കിയവയാണ്. 2014 മെയ് 26-നാണ് മോദി ആദ്യമായി രാജ്യത്തെ പ്രധാനമന്ത്രി പദത്തിലെത്തിയത്. പിന്നീട് 2 തവണ കൂടി രാജ്യം പ്രധാനമന്ത്രി പദം അലങ്കരിക്കാൻ അദ്ദേഹത്തിന് അവസരം നൽകി. കഴിഞ്ഞ കൊല്ലം ജൂൺ 9-നാണ് മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അവരോധിതനായത്. ജവഹർലാൽ നെഹ്റുവിന് ശേഷം 3 തവണ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിലെത്തുന്ന ആദ്യ വ്യക്തിയാണ് നരേന്ദ്രമോദി. 293 പേരുടെ പിന്തുണയാണ് നരേന്ദ്രമോദിക്കുള്ളത്. 240 പേരുള്ള ബി.ജെ.പി കഴിഞ്ഞാൽ 16 അംഗമുള്ള ടി.ഡി.പിയും 12 അംഗമുള്ള ജെ.ഡി.യുമാണ് മുന്നണിയിലെ പ്രമുഖർ. ശിവസേന 7, എൽ.ജെ.പി 5, ജെ.ഡി.എസ് 2, ജെ.എസ്.പി 2, ആർ.എൽ.ഡി 2 എന്നിങ്ങനെയാണ് മുന്നണിയിലെ മറ്റു പ്രമുഖ സീറ്റ് നില. ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി.